ഇവിടെ കാണിക്കുന്നത് അതൊരു പച്ചടിയാണ്. തൈരും തേങ്ങയെല്ലാം കൂടെ അരച്ചിട്ടൊരു പച്ചടി. നമ്മൾ സാധാരണ വെള്ളരിക്ക ഒക്കെ വെച്ചാൽ പച്ചടി ഉണ്ടാക്കുന്നത്, നാരങ്ങ പച്ചടി, വെള്ളരിക്ക പച്ചടി. പക്ഷേ ഇത് ഞാൻ ഇന്ന് വ്യത്യസ്തമായ ഒരു പച്ചടിയാണ് തയ്യാറാക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 ടീസ്പൂൺ കടുകിടും. ഈ ഉലുവയും ഈ കടുകും ഒന്ന് പൊട്ടുമ്പോഴേക്കും ഈ ഫ്രൂട്ട്സിന് നല്ല മധുരമാണ്. അതുകൊണ്ട് പച്ചമുളക് നമ്മൾ എരി വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10 പച്ചമുളകെങ്കിലും ചേർക്കണം. എരി കുറവ് മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് 7ഓ 8ഓ പച്ചമുളക് ചേർത്താൽ മതി. ഇപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസിന് ഒരു 7 പച്ചമുളകെങ്കിലും ചേർക്കണം. അപ്പം ഇതൊന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്ക് നമ്മൾ ഒരു 7 പച്ചമുളക് കട്ട് ചെയ്തതിനകത്ത് ശേഷം കടുകും തേങ്ങയും കൂടെ, ഇതൊരു അരമുറി തേങ്ങയുണ്ട്, ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് അരച്ചതാണ്, അത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. വേറൊരു വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ആ തൈരിൻ്റെ ആ ഒരു കുറച്ച് വെള്ളം കാണുമല്ലോ, അതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് കറക്റ്റ് ഇതാവും. പിന്നെ ഇതിൻ്റെ ആ ഒരു തേങ്ങ അരച്ചതിൻ്റെ ആ ഒരു പച്ച ചുവ മാറാനായിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം വെന്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഷേപ്പ് പോകാതെ തന്നെ നോക്കണം. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമാതിരി അവിയൽ പോലെ ഇങ്ങനെ ആയിപ്പോൾ കാണാനൊരു ഭംഗി കാണത്തില്ല. സോഫ്റ്റായിട്ട് മാത്രമേ ഇളക്കാവുള്ളൂ. ഇനി ഒരു മിനിറ്റും കൂടെ ചെറിയ തീയിലിരുന്ന് ആ തേങ്ങയുടെ പച്ചച്ചുവ മാറുന്നവിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് തൈരും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഡിഷ് റെഡിയാവും. അപ്പം അതുവരേക്ക് നമ്മുടെ പച്ചടിയുടെ ഫ്രൂട്ട്സൊക്കെ അതേ പരുവത്തിന് വെന്തിട്ടുണ്ട്. വലിയ വെള്ളമൊന്നും ചാടി വന്നിട്ടില്ല, കാര്യം നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് എരിയും എല്ലാം കൂടെ ആയിട്ടുണ്ട്. ഇനി ഇതങ്ങ് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്ത് നന്നായിട്ട് തണുക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ തൈര് അല്ലാതെ ഇപ്പം നമ്മൾ ചൂടിലാണ് തൈര് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തൈര് പിരിഞ്ഞ് വല്ലാതെ ഭംഗിയൊക്കെ ഇപ്പോൾ ഒരുമാതിരിയായിപ്പോൾ വെള്ളം ചാടി ഒരു വല്ലാതായിപ്പോൾ. അതുകൊണ്ട് ഈ ഫ്രൂട്ട്സും ഈ തേങ്ങയുടെ അരപ്പും എല്ലാം കൂടെ നന്നായിട്ട് തണുത്തതിന് ശേഷം തൈരൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രൂട്ട്സ് പച്ചടി റെഡിയാവും. അപ്പോൾ നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് പച്ചടി ഇവിടെ നന്നായിട്ട് തണുത്ത് ആ ഒരു ഇതെല്ലാം കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു 1/2 കപ്പ് തൈര്, കട്ടി തൈര്, ഒരിക്കലും വെള്ളം കൂടരുത് പച്ചടിക്ക്. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ മോരുകറി കണക്കായിപ്പോൾ നല്ല കട്ടി തൈര് തയ്യാറാക്കി വെച്ചിട്ട്, പുളിയില്ലാത്ത തൈര് വേണം. എന്നിട്ട് ഈ വെന്തിരിക്കുന്ന ഈ ഫ്രൂട്ട്സിനകത്തോട്ട് ഈ തൈരൊന്ന് ഉടച്ച് ചേർക്കണം. ഉപ്പിൻ്റെ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പുളി കൂടുതലാണ് തൈരിനെന്നുണ്ടെങ്കിൽ ലേശം ഉപ്പും കൂടി ഇടുന്നതായിരിക്കും നല്ലത്, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റില്ല. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് തന്നെ നമുക്ക് മഞ്ഞ കളറിലാക്കണമെന്നുണ്ടെങ്കിൽ ലേശം മഞ്ഞൾ കൂടെ അരയ്ക്കാൻ നേരത്ത് ആ അരപ്പിലോട്ട് ചേർക്കാമെന്നുണ്ടെങ്കിൽ മഞ്ഞ കളറിലെ പച്ചടിയാണ്. ഇതിപ്പോൾ വൈറ്റ് കളറാണ്. ഒന്നുമില്ല, ഇതിനകത്തിന് ഒരു മണത്തിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി വേണമെങ്കിലും ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉണക്കമുളകൊക്കെ ഇട്ട് കടുക് വറുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ആദ്യം നമ്മളിപ്പം കടുക് വറുത്തത് കൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നോക്കി നമ്മുടെ ഫ്രൂട്ട്സ് പച്ചടി നല്ല വൈറ്റ് കളർ പച്ചടിയായത്. ഫ്രൂട്ട്സും എല്ലാം കൂടെ ഉണ്ട്. അതിൻ്റെ കളറൊന്നും മാറാതെ നന്നായിട്ട് സൂക്ഷിച്ച് ഉപയോഗിച്ച് നമ്മൾ ഇളക്കുന്നതൊക്കെ ഒന്ന് നോക്കാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പൊന്നും മാറാതെ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഫ്രൂട്ട്സിൻ്റെ പച്ചടിയാണെന്ന് അറിയാം.